നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന 7ാം നാളിലും കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാകാതെ കോൺഗ്രസ്. അനുനയ നീക്കത്തിന് കെ സി വേണുഗോപാലും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും വഴങ്ങാതിരുന്നതോടെ തീരുമാനം എഐസിസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയ്ക്കും രാഹുൽ ഗാന്ധിക്കും വിട്ട് കാത്തിരിക്കുകയാണ് കോൺഗ്രസ്. രമേശ് ചെന്നിത്തല ഡൽഹിയിൽ തുടരുകയാണ്. ഡൽഹി ചർച്ചയ്ക്ക് ശേഷം വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും നാട്ടിലെത്തി. ചർച്ച നീണ്ടതിൽ ജനമനസ്സിൽ അതൃപ്തിയുണ്ട് എന്നാണ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. ശുഭോദർക്കമായ ചർച്ചയും തീരുമാനമാണ്. തീരുമാനം ഹൈക്കമാൻഡ് അറിയിക്കും. അതിൽ വിവാദ നടപടികളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ഞങ്ങളെല്ലാവരും ചേർന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം കണ്ടു തുടങ്ങി. നല്ല തീരുമാനം ഉണ്ടാവും. നേരത്തെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അത് പറയുന്നില്ല. അല്ല, ഞങ്ങൾ അതൊക്കെ അവരാണ് ഹൈക്കമാൻഡാണ് പറയുന്നത്. തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് ബഹുമാനപ്പെട്ട ഖാർഗെജിയും രാഹുൽജിയാണ്. ഒരു മുഖ്യമന്ത്രിയെ കാണുന്നത്. മുഖ്യമന്ത്രി കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും മുൻപ് മുതിർന്ന നേതാക്കളായ കെ ആന്റണി, വി എം സുധീരൻ, കെ മുരളീധരൻ എന്നിവരുടെ അഭിപ്രായം നേതൃത്വം തേടാൻ സാധ്യതയുണ്ട്. വിനീത വി ജി ഒപ്പം അലക്സ് റാം മുഹമ്മദ് എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അലക്സ് റാം മുഹമ്മദിലേക്കാണ് ആദ്യം. അലക്സ്, എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്നത് ഇപ്പോഴും അണികൾക്കൊന്നും പിടികിട്ടുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെയാകും ഇതിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഒരു രൂപവുമില്ല. നിലവിൽ ചില നേതാക്കൾ ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി മറ്റു ചില മുതിർന്ന നേതാക്കൾ, എ കെ ആന്റണി ഉൾപ്പെടെ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ഒരിക്കൽ കൂടി ഹൈക്കമാൻഡ് തേടുമെന്ന വാർത്തകൾ വരുന്നുണ്ട്. നമുക്കറിയാൻ കഴിയുന്നത് എന്താണ്? അനുജ, കേരളത്തിലെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി പദം എന്നത് എത്ര അഴിച്ചിട്ടും അഴിയാത്തൊരു കുരുക്കായി അങ്ങനെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഡൽഹിയിൽ ഈ മുഖ്യമന്ത്രി പദത്തിന് ക്ലെയിമുള്ള പ്രധാനപ്പെട്ട നേതാക്കളും ഒപ്പം കേരളത്തിലെ PCC അധ്യക്ഷൻ സണ്ണി ജോസഫുമായി നേതാക്കൾ 4 മണിക്കൂറോളം ചർച്ച നടത്തി. മാരത്തൺ ചർച്ച നടത്തിയിട്ടും അതിലൊരു തീരുമാനമായില്ല. അതാ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കോൺഗ്രസിന് നേരെ നടക്കുന്ന പ്രധാനപ്പെട്ട പരിഹാസങ്ങളിലൊന്ന് ഈ ഫ്ലെക്സ് ബോർഡ് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ടാണോ ഈ മാരത്തോൺ ചർച്ച നടത്തിയത് എന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രി പദം ഇനിയും തീരുമാനിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ കോൺഗ്രസ് ഒന്നടങ്കം, അതുപോലെ UDF ഒന്നടങ്കം കാത്തിരുന്നു. ഇന്നലെ തന്നെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ അറിയാൻ സാധിക്കും എന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നു. പക്ഷെ അവർക്കെല്ലാം നിരാശയായിരുന്നു ഫലം. മണിക്കൂറുകൾ പിന്നിടുമ്പോഴും, അതായത് ഇന്നലത്തെ ഈ മീറ്റിംഗിന് ശേഷം മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അതിലൊരു തീരുമാനമില്ല. മനസ്സിലാക്കുന്നത് നാളെ അല്ലെങ്കിൽ മറ്റന്നാളാകും. കാരണം നേതാക്കളാരും ഡൽഹിയിൽ ഇപ്പോൾ ഇല്ല. അതായത് ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട AICCയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളാരും ഡൽഹിയിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ചർച്ചകൾ ഇനി വരുന്ന മണിക്കൂറുകളിൽ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിലേറ്റവും പ്രധാനം ഇനി ഹൈക്കമാൻഡിന്, അതായത് ഈ നേതാക്കൾക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടു. ഈ 3 നേതാക്കളും മുഖ്യമന്ത്രി സ്ഥാനം എന്ന പദത്തിൽ നിന്ന് പിന്നോട്ടില്ല, എന്ന അവരുടെ ആഗ്രഹത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് 3 പേരും എടുത്ത സ്റ്റാൻഡ്. അവർ അവരുടെ ക്ലെയിം, ഈ അവകാശവാദം ഉന്നയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ അവർ രാഹുൽ ഗാന്ധിക്കും അതുപോലെ ഖാർഗയ്ക്കും മുന്നിൽ അവർ നിരത്തിയതാണ്. അതിൽ ഘടകകക്ഷികളുടെ പിന്തുണയടക്കം പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്നലെ തീരുമാനം എടുക്കാനാകാതെ പോയതെന്ന് കരുതുന്നു. ഇതിൽ പ്രധാനമായി ഇനി ഹൈക്കമാൻഡിന്റെ മുന്നിലുള്ള 1-2 വഴികൾ, അതായത് ആലോചന ഘടകകക്ഷികളെ വീണ്ടും കേൾക്കുക എന്നുള്ളതാണ്. അവരെ വിളിച്ചു വരുത്തി കേൾക്കുകയല്ല, ഫോൺ മുഖേന ബന്ധപ്പെട്ടവരെ കേൾക്കുക എന്നുള്ളതാണ്. എല്ലാ ക്യാമ്പുകളും 3 ക്യാമ്പുകളും ഒരുപോലെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ ഇതിൽ അന്തിമ പ്രതീക്ഷ അല്ലെങ്കിൽ അന്തിമ വിജയം ആർക്കാണെന്നുള്ള കാര്യം കാത്തിരുന്നു കാണണം. ഒരുപക്ഷെ വി ഡി സതീശൻ പക്ഷം പറയുന്നത് ഘടകകക്ഷികളിൽ മുസ്ലിം ലീഗിന്റെ അടക്കമുള്ള കക്ഷികളുടെ എല്ലാം പിന്തുണ തനിക്കാണെന്ന് പറയുന്നു. കെ സി വേണുഗോപാലിനെയാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചതെങ്കിൽ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന പേരിനൊപ്പം നിൽക്കണം എന്ന സ്വാഭാവികമായ ഹൈക്കമാൻഡിന്റെ ആവശ്യം അവർ ഘടകകക്ഷികളുടെ മുന്നിൽ വെക്കും. അതൊരു സമവായം എന്ന നിലയിലായിരിക്കും ഘടകകക്ഷികളുടെ മുന്നിൽ അവതരിപ്പിക്കുക. അത്തരം നീക്കങ്ങളിൽ ആശങ്കയുണ്ട് താനും. ഈ ഗ്രൂപ്പുകൾക്ക്, ഈ ബ്രിഗേഡുകൾക്ക്, ഈ പക്ഷങ്ങൾക്കൊക്കെ അത്തരം നീക്കങ്ങൾക്ക് ആശങ്കയുണ്ട് താനും. ചില മുതിർന്ന നേതാക്കളെ കൂടി കേൾക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുണ്ട്. മുൻ KPCC അധ്യക്ഷന്മാരായ കെ മുരളീധരൻ, വി എം സുധീരനൊപ്പം പ്രവർത്തക സമിതി അംഗമായ എ കെ ആന്റണി തുടങ്ങി കേരളത്തിലെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളെ കൂടി ഇതുമായി ബന്ധപ്പെട്ട അവരുടെ അഭിപ്രായം എന്താണ് എന്ന് കേൾക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഇനി ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനമാണ് അന്തിമം. അതിനൊപ്പം നിൽക്കുമെന്ന് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്നടങ്കം വ്യക്തമാക്കി കഴിഞ്ഞു. അണിയറ നീക്കങ്ങൾ ഈ സമയങ്ങളിലും പുരോഗമിക്കുന്നുണ്ട്. ഈ CLP ചേർന്നതിന് ശേഷം, അതായത് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം ചേർന്നതിന് ശേഷം അടുത്ത മിനിറ്റിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി റെഡി എന്നാണ് നേതാക്കൾ പറഞ്ഞത്. പക്ഷേ ദിവസങ്ങൾ പിന്നിടുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 7 ദിവസം പിന്നിടുന്നു. ഇപ്പോഴും ആ ചർച്ച അനിയന്ത്രിതമായി അങ്ങനെ നീങ്ങുകയാണ്. ഹൈക്കമാൻഡിന്റെ മുന്നിൽ ചില ഫോർമുല രൂപപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് ഒഴിവാകുന്ന മറ്റ് നേതാക്കളെ കാര്യമായി തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. അത് സംഘടനാ തലത്തിലും ഒപ്പം ക്യാബിനറ്റിലും കാര്യമായ പോർട്ട്ഫോളിയോ നൽകി പരിഗണിക്കേണ്ടതുണ്ട്. അത്തരം ചില ആലോചനകൾ കൂടി ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുന്നതേ ഉള്ളൂ ഈ സമയത്ത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.